ഹായ് ആർട്ടിസ്റ്റ്, നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് പ്രകാരം ഒരു ഹൗസാണ് വരക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു ഐ ലെവൽ വരക്കണം. സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹൗസിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇനി വാനിഷിംഗ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. VP എന്ന് എഴുതുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ വരക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു കോർണർ മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്യുക. 2 പോയിന്റ് പെർസ്പെക്റ്റീവിൻ്റെ പ്രത്യേകത കോർണർ വ്യൂ ആയിരിക്കും കാണാനായിട്ട് കഴിയുന്നത്. കറക്റ്റ് ഫ്രണ്ട് വ്യൂ ആയിരിക്കില്ല. ഇങ്ങനെ ആയിരിക്കും വാനിഷ് ചെയ്യുന്നത് ഓരോ മൂലയിൽ നിന്നും. ഇനി സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് ഓരോ ഭാഗങ്ങളും കണക്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക്, പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ വരച്ചെടുക്കണം. ഇനി ഈ ഒരു ഭാഗത്തേക്ക് സ്കെയിൽ വെക്കുക. വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ 2 വശങ്ങളിലേക്കും വാനിഷ് ചെയ്യുന്നത്. ഇനി താഴെ ഭാഗം സ്കെയിൽ വെക്കുക, വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് നീട്ടി വരയ്ക്കണം. ഇനിയാണ് നമ്മളുടെ റിയൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ട ഭാഗം നോക്കി കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ ഈ ഒരു പോർഷനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി താഴെ ഭാഗം ഈ ഒരു കോർണറിൽ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് ലൈൻസ് വരയ്ക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് വാനിഷിലേക്ക് ലൈൻ വരയ്ക്കണം. സ്കെയിൽ യൂസ് ചെയ്യുക. വാനിഷിംഗ് പോയിന്റിലേക്ക് കറക്റ്റ് നോക്കി വരച്ചെടുക്കണം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു ഹൗസ് ഡ്രോയിങ്. അതുകൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഞാൻ ചെയ്യുമ്പോൾ എന്നോടൊപ്പം വരച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്കെയിൽ വെക്കുക, ലെഫ്റ്റ് സൈഡ് വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് വരക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും. കണ്ടില്ലേ? ഈ ഒരു കോർണർ വ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അതേപോലെ മുകളിൽ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്യണം. സ്കെയിൽ വെക്കുക. സ്കെയിലിൻ്റെ സഹായത്തോടെ ചെയ്താലേ കറക്റ്റ് കിട്ടൂ. വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ വലതു ഭാഗത്തു നിന്ന് ഇടത്തെ വാനിഷിംഗ് പോയിന്റിലേക്ക് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയും നമുക്ക് ആ ഒരു വശം നമുക്ക് കാണാനായിട്ട് കഴിയും. പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വശം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അത് കണക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് കിട്ടിയ പോയിന്റ്. ഓക്കെ, ഇങ്ങനെയാണ് 2 പോയിന്റ് പെർസ്പെക്റ്റീവ് പ്രകാരം ഈ ഒരു ബിൽഡിങ് കാണാനായിട്ട് കഴിയുക. ഇനി ഇതിൻ്റെ മുകളിൽ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടും. സ്കെയിൽ വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെക്കുക, വരച്ചെടുക്കുക. ഈ ഒരു പോയിൻ്റാണ് അതിൻ്റെ സെൻറ്റർ. ഇനി മുകളിലേക്ക് അതിൻ്റെ മേൽക്കൂര ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി മുകളിൽ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. സ്കെയിൽ യൂസ് ചെയ്യുക. വാനിഷിംഗ് പോയിന്റിലേക്ക് കറക്റ്റ് നോക്കിയിട്ട് വരച്ചെടുക്കണം. ഇനി ഈ ഒരു ഭാഗം താഴേക്ക് നീട്ടി വരക്കണം. സ്കെയിൽ യൂസ് ചെയ്യുക, വരക്കുക. ഇനി അതേപോലെ ഈ സൈഡും സ്കെയിൽ യൂസ് ചെയ്യുക, വരക്കുക. ഇനി ഈ ഒരു കോണിൽ നിന്ന് വാനിഷിംഗ് പോയിന്റ് നോക്കി ഒരു ലൈൻ ചെയ്യണം. സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വലിയ സ്കെയിൽ എടുക്കാം. വാനിഷിംഗ് പോയിന്റിലേക്ക് വെക്കുക, വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു പോയിന്റ് കിട്ടും. ഇനി മുകളിലേക്ക് ലൈൻ വരക്കണം ആ ഒരു പോയിന്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ആ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് വരക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യും. അതാണ് പെർസ്പെക്റ്റീവ്. നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് വരക്കണം. സ്കെയിൽ യൂസ് ചെയ്യുക. റൂഫിൻ്റെ ഈ ഒരു ഭാഗം എവിടെ മുതൽ എവിടം വരെ വേണം അത്ര ചെയ്താൽ മതിയാവും. ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ വാനിഷിംഗ് പോയിന്റിലേക്ക് നീട്ടി വരച്ചത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് ഒരു കാര്യം ചെയ്യാനുണ്ട്.
ഞാൻ ആദ്യം ജസ്റ്റ് ഒരു റഫായിട്ടൊരു സ്കെച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് വാനിഷിംഗ് പോയിൻ്റ് കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇനി ഒരു ലൈൻ വരക്കണം ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വാനിഷിംഗ് പോയിൻറ്റിലേക്ക് നീട്ടി വരയ്ക്കണം. നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാത്രം എടുത്താൽ മതിയാവും. ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇനി അതേപോലെ ഇവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടി. ഇനി ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടും. കണ്ടില്ലേ, നമ്മൾ നേരത്തെ വരച്ച അതേ ലൈൻ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലാഷ് പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു വീടിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇനി സ്കെയിൽ യൂസ് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് വാനിഷിംഗ് പോയിന്റിലേക്ക് വരക്കണം. ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കറക്റ്റ് ചായ്വ് കിട്ടുക. ഇങ്ങനെ വരക്കുക. ഇത്രയും നീട്ടി വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാനിങ്ങനെ പോയിന്റിലേക്ക് നീട്ടി വരയ്ക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലം വരെ മാത്രം വരച്ചാൽ മതിയാവും. ഇനി കണ്ടില്ലേ, ജസ്റ്റ് ഇവിടം വരെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. പക്ഷേ വാനിഷിംഗ് പോയിന്റിൽ കറക്റ്റ് സ്കെയിൽ വെക്കണം. ഇനി ഇവിടെ നിന്ന് വേണ്ട പോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രോയിങ്, ഈ ഒരു ഹൗസ് ഡ്രോയിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എൻ്റെ ഒപ്പം വരച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇതൊരുപാട് ഗൈഡ് ലൈൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ആവശ്യമില്ലാത്ത ലൈൻസുകൾ ഞാൻ മായ്ച്ച് കളയുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തെ ഔട്ട്ലൈൻ ജസ്റ്റ് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ആ ഹൗസിൻ്റെ ആ ഫോം അല്ലെങ്കിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു ധാരണ കിട്ടും. ഇനി മുകൾ ഭാഗത്ത് ചെറിയൊരു വിൻഡോ ചെയ്യണം. ഒരു ലൈൻ വരക്കുക. ഇനി അതിനെ വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തെടുക്കുക. സ്കെയിൽ വെക്കുക. വാനിഷിംഗ് പോയിന്റിലേക്ക് കറക്റ്റ് വെച്ചതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് എത്ര ദൂരം നമുക്ക് വേണം നോക്കുക. അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അതേപോലെ താഴെ ആ വാനിഷിംഗ് പോയിന്റിലേക്ക് വെക്കുക. കട്ട് ചെയ്യാം. ഇനി ഈ ഒരു വശത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ലൈൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആ ഒരു വീടിൻ്റെ ഈ ഒരു വശത്തിൻ്റെ സെൻറ്റർ കിട്ടും. ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ഡോർ വരക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ ഈക്വലായിട്ട് എടുക്കാൻ പറ്റും. ഒരു ലൈൻ ചെയ്യുക. വെർട്ടിക്കലായിട്ടൊരു ലൈൻ ചെയ്യുക. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തെ പോയിന്റിൽ നിന്ന് വാനിഷിംഗ് പോയിന്റിലേക്ക് സ്കെയിൽ വെക്കുക. എവിടെ മുതൽ എവിടം വരെയാണ് ഡോറിൻ്റെ അല്ലെങ്കിൽ വാതിലിൻ്റെ വീതി വേണ്ടത് അത്രയും കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് വാനിഷിംഗ് പോയിന്റ് നോക്കി വരച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ വിൻഡോസും ചെയ്യണം. ജനലിൻ്റെ പോർഷൻ ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക. ഇനി സ്കെയിൽ യൂസ് ചെയ്ത് എവിടെ മുതൽ എവിടം വരെ അതിൻ്റെ ലെങ്ത്ത് നോക്കുക. വാനിഷിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് വരക്കണം. ഇപ്പോൾ ഡോറ് ചെയ്ത പോലെ തന്നെ മുകൾ ഭാഗത്ത് സ്കെയിൽ വെക്കുന്നുണ്ട്. വാനിഷിംഗ് പോയിന്റ് കണക്ട് ചെയ്തിട്ട് ഇത്രയും മതി. ഈ ഒരു ഭാഗത്ത് വിൻഡോ. അതേപോലെ ഓപ്പോസിറ്റ് അല്ല തൊട്ടടുത്തുള്ള
വിൻഡോയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ മാറിപ്പോയില്ല. ഇതുപോലെ സ്കെയിൽ വെക്കുക, മാർക്ക് ചെയ്യുക, തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുക. കണ്ടില്ല, ഒരു കറക്റ്റ് ചായ്വ് കിട്ടും. ഇനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോറും വിൻഡോസും റെഡിയായി. ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ലൈൻസുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് വെർട്ടിക്കൽ ലൈൻ കൊടുത്താൽ മതി. ഈ ഒരു പോർഷനിലും ഒരു വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക, കട്ട് ചെയ്യുക. കണ്ടില്ല, ചായ്വ് അനുസരിച്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വിൻഡോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹൗസിൻ്റെ. ഇനി ആവശ്യമില്ലാത്ത ലൈൻസുകൾ ഒഴിവാക്കാം. ഇനി ഔട്ട്ലൈൻ വേണ്ട ഭാഗങ്ങൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യേണ്ട പോർഷൻ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കെച്ചിൻ്റെ ഒരു പൂർണ്ണ രൂപം കാണാനായിട്ട് കഴിയും. ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് ചെയ്ത് വരക്കാം.
ഇനി ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു പോയിൻ്റ് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ സ്കെയിൽ യൂസ് ചെയ്ത് വാനിഷിംഗ് പോയിന്റിലേക്ക് നോക്കി വരക്കുക. ആ റൂഫിൻ്റെ പോർഷൻ ഒരു പോയിൻ്റ് കൂടി വരക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി ഇവിടെ നിന്ന് താഴേക്ക് വരക്കുക. അതേപോലെ ഈ ഒരു ഭാഗത്തും ചെയ്യണം. സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ വരക്കുക. അപ്പോഴേ കറക്റ്റ് കിട്ടൂ. ഓക്കെ, ഇങ്ങനെ ഒരു റൂഫ് പുറത്തേക്ക് കാണുമ്പോൾ ഈ ഒരു ഹൗസ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. വാനിഷിംഗ് പോയിന്റിലേക്ക് സ്കെയിൽ കണക്ട് ചെയ്ത് വരച്ചെടുക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഈ ഒരു കോർണറിലേക്ക്. അപ്പോഴാണ് അതിൻ്റെ ചായ്വ് ഓക്കെ ആവുന്നത്. ഇങ്ങനെ. ഇനി ഈ ഒരു ഭാഗവും കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. റൂഫിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ചെയ്യണം. നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം മാത്രം ഷെയ്ഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 2B പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തും ഷെയ്ഡ് കൊടുക്കണം. റൂഫിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് കൊടുക്കാം. അതേപോലെ തന്നെ വിൻഡോസിന് വാതിലിന് ഒരു ഔട്ട്ലൈൻ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും. ഇതിൻ്റെ അടിഭാഗം ഞാനിപ്പോൾ 8B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ലൈൻ ചെയ്യുന്നുണ്ട്. നല്ല ഡാർക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷെയ്ഡ് കൊടുത്ത ഭാഗങ്ങളൊക്കെ 8Bയോ 10Bയോ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി റൂഫിൻ്റെ ഭാഗത്ത് ഓട് വരുന്ന ഏരിയാസ് എല്ലാം ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കാം. HBയോ 2Bയോ യൂസ് ചെയ്യാം.
ഇനി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിനധികം ഡീറ്റെയിലിങ്ങിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇനി വിൻഡോസിൻ്റെ പോർഷൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുക്കാം. അതിൽ ഗ്രാഫൈറ്റ് പൗഡർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഫീൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ ചെയ്താൽ മതിയാവും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ടൈം എടുത്ത് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി ഡോറിൻ്റെ ഈ ഒരു പോർഷൻ സെൻട്രൽ ലൈൻ ഒന്ന് കൊടുക്കാം. ഈ ഒരു ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ ജസ്റ്റ് ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഗൈഡ് ലൈൻസിൻ്റെ ആവശ്യമില്ല, അതെല്ലാം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഇനി ഞാൻ 8P പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ കുറച്ചുകൂടി ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ നല്ലപോലെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് 8P യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 10B യൂസ് ചെയ്യാം. 12B ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാനിപ്പോൾ പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് അതേപോലെ കവർ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ വരച്ചതിനേക്കാൾ കുറച്ചുകൂടെ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ ഒരു ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഐ ലെവൽ കാണാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഐ ലെവലിൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 വാനിഷിംഗ് പോയിൻ്റ് ഉണ്ടാവും. നമ്മൾ വരക്കുന്ന എല്ലാ ലൈൻസുകളും ആ ഒരു പോയിന്റിലേക്കായിരിക്കും ചെന്ന് പതിക്കുന്നത്. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കോർണർ വ്യൂ ആണ് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു വീടിന് 2 വശങ്ങൾ 2 കോർണർ വ്യൂ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കറക്റ്റ് ഫ്രണ്ട് ഭാഗമല്ല, ഫ്രണ്ട് ഫേസ് അല്ല, 2 വശങ്ങൾ ഒരു കോർണറിലൂടെ നോക്കി കാണുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്രിയേറ്റീവാണ്. നമ്മൾ വരക്കുന്ന ഡ്രോയിങ്ങിന് ഒരു റിയലിസ്റ്റിക് എഫക്റ്റും നല്ലൊരു ഡെപ്തും 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. നിങ്ങൾക്ക് വീടുകൾ വരക്കുന്ന സമയത്ത് അതേപോലെ ബിൽഡിങ്സ്, റോഡ് ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ബെറ്റർ റിസൾട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, 1 പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ഒരു പഠന രീതി. 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് വീടുകൾ വരയ്ക്കാനും സ്ട്രീറ്റ് സീനുകൾ വരയ്ക്കാനും അതേപോലെ തന്നെ ബിൽഡിങ്സ് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ, നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരാൻ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 2 3 തവണ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഒന്ന് കാണാതെ വരയ്ക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.
ബൈ.